നമസ്കാരം. ഞാൻ ഷറഫുദ്ദീൻ, കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മുടെ വിദ്യാലയങ്ങൾ നാളെ തുറക്കുകയാണല്ലോ. പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി കഴിഞ്ഞ ദിവസം യോഗം ചേരുകയും മുഴുവൻ സ്കൂളിലെ പ്രധാന അധ്യാപകരുമായി സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ സ്കൂളുകളും ഇന്ന് രാവിലെ പ്രധാനപ്പെട്ട എല്ലാ സ്കൂളുകളും സന്ദർശിക്കുകയുണ്ടായി. സ്കൂളിലെ അധ്യാപകരുടെയും PTA പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സ്കൂളിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റു ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ പുതിയ കുട്ടികളും നമ്മുടെ നിലവിലെ കുട്ടികളും സ്കൂളിലേക്ക് എത്തുമ്പോൾ സ്കൂളിൽ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സ്കൂളുകളുടെ PTA നേതൃത്വത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മഴ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് പല സ്കൂൾ പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനവും അതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിമുറിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ സ്കൂളുകളും ഹരിത പ്രോട്ടോകോൾ പാലിക്കണമെന്നും ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് പഞ്ചായത്തിൻ്റെ ഹരിത കർമ്മസേനയ്ക്കും മറ്റ് സംസ്കരണ രീതിയും കൃത്യമായി പാലിക്കണമെന്ന നിർദ്ദേശവും പഞ്ചായത്ത് രേഖാമൂലം നൽകിയിട്ടുണ്ട്. എന്തായാലും നാളെ സ്കൂളുകൾ തുറക്കുമ്പോൾ അവിടേക്ക് വരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ നല്ല ഭാവി പ്രവർത്തനങ്ങൾക്കും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുമായി ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവും. എല്ലാവർക്കും നമ്മുടെ സ്കൂളിലേക്ക് എത്തുന്ന മുഴുവൻ കുട്ടികൾക്കും നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ പിന്തുണ ഉണ്ടാവണം, PTA പിന്തുണ ഉണ്ടാവണം. അതോടൊപ്പം എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുകയാണ്. ഞാൻ റംല ടീച്ചർ, ഹെഡ് മിസ്ട്രസ് AJPS എടപ്പറമ്പ. മധ്യവേനൽ അവധി കഴിഞ്ഞ് നമ്മുടെ വിദ്യാലയവും ജൂൺ 3 തുറക്കുന്നു. പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാനായി നമ്മളും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ വർഷം നന്നായി ആസ്വദിച്ച് പഠിച്ച് വലിയ ഉയരങ്ങളിലെത്താൻ എല്ലാ കുട്ടികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.